വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. പേടിയുണ്ടല്ലേ? പൊങ്ങി പൊങ്ങും ഇരുളിൽ കരിനീലത്തിരയിൽ പോരാളി പോരു വീണ്ടും കളിയാടാൻ. മുങ്ങി പൊങ്ങും ഇരുളിൽ കരിനീലത്തിരയിൽ പോരാളി പോരു വീണ്ടും കളിയാടാൻ. ആരെയ്തെന്നറിയും മുമ്പേ അമ്പിൻ തുമ്പിൽ പിടയും കിളികൾ പകയിൽ തീയരിയുന്നുണ്ടേ തീനാളം. തുടരുമിതെന്നും തടയുവതാര്? എങ്ങോ തുടങ്ങിയ തേരോട്ടം കിള്ളാതെ ചൊല്ലാമോ ചില്ലാതെ നെഞ്ചം പാനപാത്രം. ഇതിപ്പോ എത്രാമത്തെ തവണയാ അമ്മയോട് ഞാൻ ചോദിച്ചിനെന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിങ്ങുണ്ട്. Shall I speak to Mr. Sunny Kurishingal? Hello. ആ കൊടുക്കാം ഒരു മിനിറ്റ്. ഇതാ Hello. ഹലോ മാടായി സ്വാമി ഉണ്ടാ? എന്റെ അടുത്ത് നിന്ന് പൊടി വലിക്കരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ഹലോ സ്വാമി, ഞാനാ നടരാജൻ. ഞങ്ങളിപ്പോ മംഗലാപുരം കഴിഞ്ഞു. ഒന്നുമില്ല. 9നും 80നും ഇടയ്ക്കുള്ള നമ്പറാ. 10 പറ. 79. അതാര്? കട്ടായില്ല. പൊടി നിന്നെ ഞാൻ ഇതിനെ നീ വട എന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കും, അമീർ ഖാൻ എന്ന് വിളിക്കും, ദുൽഖർ സൽമാൻ എന്ന് വിളിക്കും. അനിയ, എൻ്റെ നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ആലയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു വട കഴിച്ചു കഴിഞ്ഞാൽ ഈ ആലയം ശൗചാലയമായി മാറും. ദൈവം മൂക്കുകുത്തിക്കൊണ്ടോടും. ഇന്ന് മനുഷ്യന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യം ഇല്ലാതാകാനുള്ളതിന്റെ കാരണം അവൻ കഴിക്കുന്ന ഭക്ഷണമാണെന്നുള്ള കാര്യം അന്യനറിയോ? ഇതാണ് വട. ഒന്ന് കഴിച്ചു നോക്ക്. സാറിന്റെ ദേശം ഏതാ? തിരുവനന്തപുരം കുടപ്പനക്കൊന്ന്. ചാർജർ ഇപ്പൊ തരാമേ? ഓ, തന്നില്ലേലും കുഴപ്പമില്ല. ഞാൻ ഈ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഒരു 3 പെഗ് വീശി. അതിന്റെ പുറത്താണ് ഞാൻ ഈ ഒച്ചപ്പാടുണ്ടാക്കിയെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? കണ്ടിപ്പില്ല. ഞാൻ സ്വന്തം നിജന്ത അത്ര അറിഞ്ഞാ മതി. अरे संजय भाई, अरे ये तो मसाला रिपब्लिक फिल्म और हीरो प्लीज कम अच्छा
বোঝে না তো কেউ কেন കൊള്ളാം. তোরি মিছে বাও বাও রে নদী ভরা ঢেউ বোঝে ആസാമിൽ നിന്ന് ജോലി നേടി കേരളത്തിലെത്തി ഇവിടുത്തെ ഒരു സിനിമയിൽ അഭിനയിച്ച മിടുക്കൻ. അതൊരു ചെറിയ കാര്യമാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഓ താങ്ക് യു നല്ല লাগিছে കേരളം നിന്നെ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റട്ടെ. പക്ഷെ ഒരു കാരണവശാലും നീ പാടാൻ ശ്രമിക്കരുത്. ഓക്കെ ജീവിതത്തിൽ വലിയ ബ്രഹ്മാണ്ഡ കാര്യങ്ങളൊന്നുമില്ല ഡോളി ആൻറ്റി. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പക്ഷെ നമുക്കതിൽ ആഹ്ലാദിക്കാൻ കഴിയണം, മനസ്സ് തുറന്ന് അഭിനന്ദിക്കാൻ കഴിയണം. എങ്കിലേ ജീവിതം ആനന്ദഭരിതമാകൂ. தம்பி, என்ன வேணும் சார்? ஒரு பழம் சாப்பிட்டு பார்க்கட்டுமா? சாப்பிடுங்க சார், சாப்பிடுங்க. பார்க்கட்டும். അത് ചോദിക്കാം പറഞ്ഞ ഇയാൾക്ക് മനസ്സിലാവില്ലേ പൊട്ടം. சாப்பாடு 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 കിട്ടി. ഇങ്ങോട്ട് വരാ. എൻ്റെ പൊന്നെ, നമ്പർ കിട്ടി. ഹരിഹര റെഡ്ഡി എന്ന പേര്. ചന്ദ്രഗിരിയിൽ നിന്ന് ഇയാളും നമ്മുടെ കൂടെ വരും. കറക്റ്റ് സ്പോട്ട് ഇയാൾക്കേ അറിയത്തുള്ളൂ. പിന്നെ അയാളും കൂടെ വരുന്നത് നല്ലതാ. കൊല്ലത്തെ കോട്ടൂർ ബാറാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബാർ. ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന കോട്ടൂർ നടരാജൻ മുതലാളി എന്താണ് ഈ സ്ലീപ്പർ ക്ലാസിന്റെ ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് പരിങ്ങുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്കെല്ലാം അറിയാം. ഇത് വെച്ചോളൂ. ഭഗവാനെ, ഭഗവതിയെ, നമുക്കെല്ലാം തുറന്നു പറഞ്ഞാലോ? ചവിട്ടി കൂട്ടും ഞാൻ. വേണ്ടല്ലേ? ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് വലിക്കാം. പൊടി വലിക്കേ. ഇങ്ങോട്ട് വന്നേ. ആ, അതിനും സമ്മതിച്ചില്ല. അവനെവിടേക്കാ പോയേ? പഴവല്ലി അകത്താക്കിയിരിക്കുന്നത് ബാത്റൂമിൽ കാണും. ആരെങ്കിലും വരണ്ടോന്ന് നോക്ക്. ഹലോ ഹലോ സ്വാമി, ഞാനാ. സ്വാമി പറഞ്ഞത് അച്ചട്ടായി എന്നാ തോന്നണേ. ഒരുത്തൻ ഇതിനകത്ത് കേറിയിട്ടുണ്ട്. ഭയപ്പെടണ്ട. 40-നും 70-നും ഇടയ്ക്കുള്ള നമ്പറാ പറഞ്ഞോളൂ. 40-നും 70-നും ഇടയ്ക്കാ. 50 പോടോ. 69. രാശി ആ, വിഘ്നങ്ങൾ മലവെള്ളം പോലെ വന്നുകൂടും. ഓ. കരുതലോടെ ഇരിക്കണം. ആ. ഇല്ലെങ്കിൽ ഹലോ ഹലോ കട്ടായി. അതെ, ഒന്ന് നിന്നേ. ഞങ്ങൾ എങ്ങോട്ടാ പോണേ? ഒന്ന് പറഞ്ഞേ. അതെന്നോടാ ചോദിക്കുന്നത്? ഞങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് തനിക്കറിയാവുന്നല്ലേ പറഞ്ഞത്? എന്നാ പറ. പറയട്ടെ. ആ, നിങ്ങൾ പോകുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഞാനും പോകുന്നത്. ഏ? നമുക്ക് അവിടെ വെച്ച് കാണാം. മൊത്തം 16 ബാറാ പൂട്ടിപ്പോയത്. എന്തിനാ? മൊത്തം 16 ബാറാ പൂട്ടിപ്പോയത്. പകുതിയെങ്കിലും ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടി സകല എരപ്പാളികൾക്കും കാശ് കൊടുത്ത് മുടിഞ്ഞു.
അപ്പോഴാ മാടാനി മടത്തി എന്ന് പറഞ്ഞത് നാഗമാണിക്യം കൊണ്ട് പൂജാമുറിയിൽ വെച്ചാൽ രക്ഷപ്പെടൂന്ന്. അവിടുന്ന് പറഞ്ഞ അച്ചട്ട് കേസാ. പക്ഷേ ഈ സാധനം ഒന്ന് ഒത്തു കിട്ടണ്ടേ? അപ്പോഴാ രത്നഗിരിയിൽ ഈ സംഗതി ഉണ്ടെന്ന് വിവരം കിട്ടിയത്. ഗുരുദേവനാണ് അങ്ങോട്ടുള്ള പോക്ക. സാറ് ഞങ്ങളെ ഒന്ന് വിട്ടുപിടി. പകരം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം. ഇവിടെ ഉണ്ട്, തരും. ഇവിടെ ഉണ്ട്, ഉറപ്പായിട്ട് തരും. എൻ്റെ ചേട്ടാ, അതാ ഇത് കണ്ടോ? ഇത് വായിച്ചപ്പോൾ തോന്നിയ ഒരു നേരം പോക്ക് കോട്ടൂർ ബാർ. റിസർവേഷൻ ചാർട്ട് നോക്കിയപ്പോൾ പേരും കിട്ടി. അത്രേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് നോക്കിയോ, ഞാൻ ആ വഴിക്കേയില്ല. അതെ, പിന്നെ ഒരു ഉപദേശം തരാം. കൊള്ള, കൊല, നാഗമാണിക്യം തുടങ്ങിയ ഉഡായിപ്പുകൾക്ക് പോകുന്ന വഴിക്ക് ഇത്തരം നെയിം ബോർഡുകൾ വെക്കാൻ പാടില്ല. ഓക്കേ? എത്ര തവണ ഞാൻ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്ത? അടുക്കളയിലാണ്, ഒരു സാധനവും ഇല്ല. ഞാൻ സിം മാറ്റി, ഇതാണ് പുതിയ നമ്പർ. ഇങ്ങനെ സിം മാറ്റി വീട് മാറ്റി എത്ര നാൾ ജീവിക്കും? പിന്നെ എന്തിനാ? നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. കാലത്ത് മുതൽ ഈ ട്രെയിനകത്തുണ്ടല്ലോ, കണ്ടു കാണും. ആ, എക്സാക്ട്ലി. അതാണ് ഞാനിങ്ങനെ. ഓരോ ജീവിതവും ഓരോ കാടാണ് ഭായ്. ഉള്ളിൽ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഈ കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞ് ഒരു പകൽ കഴിച്ചു. പക്ഷെ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഉള്ളിൽ? ആൻഡ്രൂസ്, ഡൂളി ആൻറ്റി, 2 മക്കൾ. മൂത്തവൻ ഹാർട്ട് പേഷ്യൻ്റാണ്. ട്രീറ്റ്മെൻറ്റിനാണ് ഈ യാത്ര. ഇപ്പോഴും ഫോൺ താഴെ വയ്ക്കാതെ വീട്ടുകാരുമായി വഴക്കിട്ടുണ്ട് സൂസൻ. മുംബൈയിൽ നഴ്സാണ്, ഒപ്പം ക്യാൻസർ പേഷ്യൻറ്റും. ഉള്ള വീതം വാങ്ങിയേ പറ്റൂ. 2 പെൺമക്കളാണുള്ളത്, നീരജ്, അമല. 2 പേരും ഒരു പരിചയവും കാട്ടാതെ 2 സീറ്റിൽ. അവരുടെ പ്രണയത്തിന്, ഒളിച്ചോട്ടത്തിന് വാട്സപ്പിൻ്റെ തുണയുണ്ട്. നാഗമാണിക്യം തേടി രത്നഗിരിയിലേക്ക് നടരാജനും ചന്ദ്രാനന്ദനും. തൻ്റെ ആദ്യ സിനിമ അമ്മയെ കാണിക്കാൻ ആസാമിലേക്ക് പോകുന്ന മംഗൽ. പിന്നെ കൂടംകുളത്തെ മനുഷ്യരുടെ ദുർബലമായ വിലാപവും പേറി കേസ് നടത്താൻ മുംബൈക്ക് പോകുന്ന ഇടിന്തിക്കരെ ലൂർദ് മാതാ പള്ളിയിലെ വികാരി ഫാദർ ജേശുരാജൻ. ഇവർക്കിടയിൽ ഇതൊന്നും അല്ലാതെ നമ്മൾ 2 പേർ. നിങ്ങൾ ആസാമിൽ പോയിട്ടുണ്ടോ? എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ആസാമിലായിരുന്നു, വൈഫിൻ്റെയും. കല്യാണം കഴിഞ്ഞ് ഒരു തവണ ഞങ്ങൾ അവിടെ പോയി. 2 മാസം അവിടെ നിന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ ലാൻഡ്. അന്നാണ് ഭൂപൻ ഹസാരികയുമായി ഞാൻ പ്രണയത്തിലായത്. യുനോ, ഐ ആം ആൻ ആനിമേറ്റർ ബൈ പ്രൊഫഷൻ. ഭൂപൻ ബായിയുടെ 2 പാട്ടുകൾ ഞാൻ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. Today, I met a man in the train. A suspicious guy. എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയോ.
क्या हुआ? ಇಲ್ಲಿಂದ ಮುಂದೆ ಎಲ್ಲೋ ಮಣ್ಣು ಬಿದ್ದಿದೆ. ഇനി ട്രെയിൻ ഓടിത്തുടങ്ങാൻ 24 മണിക്കൂർ കഴിയണം. അനന്തരാമൻ, CEO ആൻഡ് ചീഫ് എഡിറ്റർ, പ്രവാസി ചാനൽ. ആം ഐ റൈറ്റ്? ആ, ഞാൻ കുറേ കാലം UAE ഉണ്ടായിരുന്നു. ഓ, ഐ ആം ജോൺ ഡേവിഡ്. ഹൈ. ഇപ്പം ആകെ പുലിവാലായി. നാളെ ഒരു അർജൻറ്റ് ബിസിനസ് മീറ്റിംഗ് കാർവാറിൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായപ്പോൾ ഓടി വന്ന് ട്രെയിൻ പിടിച്ചതാ. ഇന്ത്യൻ റെയിൽവേ പണി തന്നു. ഹലോ ഹലോ ആ മടാന സമയല്ലേ? ഞാനിത് നടരാജനാ. ഇതവിടെ ഒരു കടയുണ്ട്, നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഏയ്, വെറുതെ ഇതിനകത്തിരുന്ന് പുഴുങ്ങണ്ട. പ്ലീസ് കം കം. हेलो, വൈ ദോ ജ്യൂസ്. 2 जूस. ആ, ठीक है. എവിടേക്കാ പോണേ? കാർവാറിന് ടിക്കറ്റ്. നാളെ ഇനി ട്രെയിൻ ഓടി തുടങ്ങിയാലും കാർവാറിലേക്ക് പോകില്ല. തിരിച്ചു മംഗലാപുരം പോയിട്ട് വേറെ റൂട്ടാ. ഞാൻ ഇപ്പോൾ റെയിൽവേ ഹെൽപ്പ് ലൈനിൽ വിളിച്ചായിരുന്നു. एक जूस. हाँ हाँ, ഏ കാർവാർ जाएगा कैसा बाय रोड? कार बस तो नहीं मिलने वाला है यहाँ से. आपको लोरी मिलेगा यहाँ से. लोरी पकड़ के एक 20 किलोमीटर जाएगा तो वहाँ एक छोटा सा टाउन आएगा. वहाँ से और एक गाड़ी पकड़ के और 20 किलोमीटर जाएगा तो कारवार हाईवे आएगा. ഇനിയിപ്പോൾ ഇവിടെ കുത്തിയിരിക്കണ, നമുക്ക് ബൈ ലോറി വിട്ടാലോ? दुनिया में कोई हो, दुनिया में कोई हो, दिल मेरा ले जाए कहीं कहीं रे, तन मेरा ले. മാരീഡ് ആണോ? ലവ് മാരേജ്? ഞാനും അതെ. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, മാർക്കസിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഏതാണ്ട് അതുപോലൊരു പ്രണയം. യുദ്ധസന്നദ്ധനായി ഞാൻ അവളുടെ മുമ്പിൽ നിൽക്കുമ്പോഴൊക്കെ അവൾ എന്നെ ഫ്ലോറന്റീന എന്ന് വിളിച്ച് കളിയാക്കും. ഞാൻ അവളെ ഫെർമിന എന്ന്. ആസാമിലെ ഒരു ഓർഫനേജിൽ മലയാളിയായ പള്ളി വികാരിയുടെ വളർത്തുമകൻ ഞാൻ. അവിടെ ആഴ്ച കുർബാനയ്ക്ക് റെയിൽവേ കോൺട്രാക്ടറായ അച്ഛനൊപ്പം എത്തുന്ന 10 വയസ്സുകാരി അവൾ. ഒട്ടും സങ്കോചമില്ലാതെ കണ്ടപാടെ ഞാൻ അവളെ കയറി പ്രണയിച്ചു. എൻ്റെ പ്രണയം ഞാൻ അവളോട് പല രൂപത്തിൽ പറഞ്ഞെങ്കിലും അവൾ കേട്ട ഭാവം വെച്ചില്ല. 10ലെ ആനുവൽ എക്സാം കഴിഞ്ഞതും കോൺട്രാക്ടറും കുടുംബവും ആസാം ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. പള്ളിമുറ്റത്ത് നിന്ന് അതിർത്തി കടന്നു പോകുന്ന ആ തീവണ്ടിയെ ഞാൻ കണ്ണീരോടെ നോക്കി. പിന്നെ ചിത്രകലാപഠനം, പല നഗരങ്ങളിലെ ജീവിതം. ഒടുവിൽ 40-ാം വയസ്സിൽ UAE-ലെത്തി. ഒരു പരസ്യ കമ്പനിയിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി ജോലിക്ക് കയറി. എൻ്റെ സ്വന്തം ഫെർമീനയെ വീണ്ടും കാണാനെന്ന പോലെ. അന്ന, Yes. അന്ന, That's my husband. ഏയ് അന്ന, കം.
പിന്നെയും 1-2 സ്ഥലങ്ങളിൽ വെച്ച് അന്നയെ ഞാൻ കണ്ടു. കാറിൽ ജോർജ് മുന്നിലും അന്ന പിന്നിലുമായിരുന്നു. അപ്പോഴും എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ ദൈവം. അവിടെ വെച്ചാണ് ജോസഫ് സാറിനെ, അന്നയുടെ അപ്പനെ ഞാൻ വീണ്ടും കാണുന്നത്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ അങ്കിളിൻ്റെ ബെസ്റ്റ് കമ്പനിയായി. നേരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ പോകും. അന്നയെ കാണാമല്ലോ. മോളെ കാലത്ത് പോയാ പോരെ? ഇല്ല, ഞാൻ ഇറങ്ങാണ്. ജോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നനച്ചിരിക്കാതെ അത് സംഭവിച്ചു. എൻ്റെ കണ്ണേറ് കിട്ടിയതുപോലെ അന്നേക്ക് 3-ാം മാസം ഒരു കാർ ആക്സിഡന്റിൽ ജോർജ് മരിച്ചു. അന്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെറുതെ അല്ല, അവളെന്നും പിന്നെ തന്നെ ഇരുന്നത്. Still I love you. ഫ്ലോറന്റൈനയുടെ ആത്മാവ് നങ്കൂരമിട്ടതുപോലെ എൻ്റെ മനസ്സാകെ കൈവിട്ടു അനിയ. അവളെ കാണാൻ മാത്രമുള്ളതായി പിന്നെ ദുനിയാവിലെ എൻ്റെ രാപ്പകലുകൾ. Acting on an object is called force. A push or a pull on an acting object is called force. Miss Anna Joseph, please report at principal's room immediately. Okay, I'll be right back. സോ ഈ ആനിമേഷൻ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ സ്കൂളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കും. കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും. അത് കുട്ടികളിൽ കൂടുതൽ കൗതുകം വളർത്തും. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അധ്യാപകർ കാർട്ടൂൺ കഥാപാത്രങ്ങളായി മാറുന്നു. ഇറ്റ്സ് സോ ഫണി അല്ലേ? അയ്യോ, no sir. Come on, you can. Sir, I can't. നാളെ ജോർജിന്റെ ഓർമ്മ ദിവസമാണ്. 2ാം ചരമവാർഷികം. പ്ലീസ് കം. ഓക്കെ. Talk to my father. Really? അന്നേക്ക് 3-ാം മാസം മിന്നുകെട്ട് കഴിഞ്ഞ മോനെ. അമ്മായിയപ്പൻ പാം ഐലൻഡിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു. ആദ്യ രാത്രിക്ക് लोरी इल्ले वरेगा मात्रा इल्लेरी 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 हाईवे जाने के लिए गाड़ी मिलेगा? अभी नहीं मिलेगा.
सुबह देखना पड़ेगा. അല്ല എനിക്ക് വേണ്ട കേട്ടോ. എന്താ ഇയാൾ കഴിക്കില്ലേ? അതല്ല ഇപ്പൊ വേണ്ട. അനന്തൻ എന്തോ വലിയ പ്രോബ്ലത്തിലാണ്. എന്താ? ചുമ്മാ പറയാനിയാ. എന്ത് പ്രോബ്ലം ആയാലും സോൾവ് ചെയ്യാനുള്ള ഒരു രഹസ്യ മന്ത്രം എൻ്റെ കയ്യിലുണ്ട്. പ്രത്യേകിച്ചും പ്രണയവിവാഹിതരുടെ. പറഞ്ഞു നോക്ക്. യഥാർത്ഥ പ്രണയത്തെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴി ഓഷോ രജനീഷ് പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രണയത്തിൽ ദുഃഖമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക അത് പ്രണയമല്ല. പ്രണയം ആനന്ദമാണ്. ശരീരവും ആത്മാവും നിറയുന്ന ആനന്ദം. അവിടെ എവിടെയാണ് ഇനി ആ ദുഃഖത്തിനിടം? ലീവ് ഇറ്റ്. പോയി പണി നോക്കാൻ പറ. വേണ്ട വേണ്ട വേണ്ട, നീ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ യൂനിസ് മുഹമ്മദിനെ കണ്ടാൽ മതി. ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ഫോം കിട്ടി പറഞ്ഞ മെയിൽ ചെയ്യേ. ആ അടുത്ത മാസം 10 മുമ്പ് ക്യൂട്ടലിന് ഫുൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ചായ അഞ്ഞെടുത്തു. ഇങ്ങോട്ടിരുന്ന് പതുക്കെ. നിന്റെ മുഖം എന്തോന്ന് തെളിയാത്തേ? എനിക്കിപ്പോഴും ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല അനന്തു. ശരിക്കും പേടിയുണ്ട്. മോളെ ഒന്നാലോചിച്ച് നോക്ക്. UAE-യിലെ ആദ്യത്തെ മലയാളം ചാനൽ. അതൊരു വലിയ സാധ്യതയാണ്. കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഞാനിതിന് ഇറങ്ങുന്നത്. ഇവൻ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ മീഡിയയിൽ വർക്ക് ചെയ്യാണ്. അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ കൂടുന്നത്. ഒന്നും ആലോചിക്കാതെ. തുടങ്ങി വെച്ചാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി 4-5 ഇൻവെസ്റ്റേഴ്സ് റെഡിയാണ് രേവതി. ഞങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് മൈ ഡ്രീം. നിനക്കതറിയാം. പാതി വഴിയെത്തി. ഇനി കൺഫ്യൂസ്ഡ് ആക്കരുത് പ്ലീസ്. എല്ലാവരും ആയല്ലോ? ഇനി കാണിക്കാം. UAE-യിലെ പ്രമുഖ വ്യവസായിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ഷെബിൻ മുഹമ്മദാണ് ഇന്ന് ടോപ്പ് 10-ൽ നമ്മുടെ കൂടെ. നമസ്കാരം. നമസ്കാരം. ഹലോ, ആ ജോയിച്ച് ഞങ്ങൾ പറയേ. എന്താടോ പ്രവാസി വെച്ച് കലക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ പോയാ ചാനല് മുത്തച്ഛന്മാർ നിങ്ങളെ മുമ്പിൽ മുട്ടുമടക്കും. അൽഹംദുലില്ലാ. ഇപ്പോഴാണോ സമയം കിട്ടി വിളിക്കാൻ? ബെസ്റ്റ്. ഇവിടെ വന്നിട്ടൊന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല.
നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. മോൾ ഉറങ്ങിയോ? നീ അവൾക്ക് ഒന്ന് കൊടുത്തേ. അവളുറങ്ങി. നീ ഒന്ന് വിളിക്കേ, ഞാൻ അവളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. മോളുടെ ശബ്ദം കേട്ടാ മതിയല്ലോ, നാളെ വിളിക്ക്. ഇവളിത് സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ഗൾഫ് കുടിയേറ്റക്കാരുടെ വമ്പിച്ച തോതിലുള്ള മടങ്ങിപ്പോക്ക് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് മതിയായ രേഖകൾ കൈവശമില്ലാത്ത 2 ലക്ഷത്തോളം പേരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതിൽ പകുതിയിലേറെയും മലയാളികളാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത തിരിച്ചുവരവ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സാമ്പത്തിക പ്രതിസന്ധി മലയാളികൾക്ക് കനത്ത തിരിച്ചടിയാവുന്നുവോ? പ്രവാസി ചാനൽ ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച്. ഗൾഫ് രാജ്യങ്ങളിലാകമാനമായി 100 കണക്കിന് ജോലി വിസ ക്യാൻസൽ ചെയ്തതായി ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ രംഗത്ത് UAE-യിൽ മാത്രം $582 ലക്ഷം പ്രോജക്റ്റുകളാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഇതെന്ന് പുനരാരംഭിക്കും എന്നതിനെ പറ്റി ഇപ്പോഴും വ്യക്തമായ സൂചനകളില്ല. ആഗോള സാമ്പത്തിക മാന്ദ്യം ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിതത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടിലാണ് നമ്മളിത് തുടങ്ങിയത്. ഇപ്പം പെട്ടെന്നൊരു നോ പറഞ്ഞാൽ അല്ല, അതറിയാം. പക്ഷേ സാർ, ഹലോ ഹലോ സാർ, ഹലോ. ജോൺ സാർ കൈവിട്ടു. റിസഷൻ വന്നോടെ മെട്രോയുടെ ഓർഡർ ക്യാൻസലായിരുന്നു. ഹെവി ലോസാ. ഇനി 5 പൈസ ഇറക്കാൻ പറ്റില്ലെന്നാണ് പറയണേ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൈയൊഴിയാൻ തുടങ്ങിയ ഒരു പിടിയും കിട്ടില്ല. ഹലോ, ഹോസ്പിറ്റലിൽ എത്തി. എത്തിയോ? അനന്തു, 5 പൈസ ഇല്ല എൻ്റെ കയ്യിൽ. ഈ സമയത്തെങ്കിലും അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. You told me many times, but this is over. I can't do it anymore. So we are not asking for a waiver as such. You had many times to solve it, but you didn't do it. So I stopped this for the last time. Please leave the building. ഹലോ, ഒരു കിടിലൻ ട്രീറ്റ് ഉണ്ടേ. രേവതി പ്രസവിച്ചു, പെൺകുഞ്ഞ്. വെളുപ്പിന് 4:30. ഞാൻ കൊടുക്കാം, രേവതിക്ക് കൊടുക്കാം. ഹലോ ഹലോ, ഹലോ ഹലോ. രാത്രി വൈകി ഫ്ലാറ്റിലെത്തി രേവതി വിളിച്ചു. അവൾ ഫോൺ എടുക്കുന്നില്ല. അളിയനെ വിളിച്ച് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ടും അവൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല. ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു മലയാളി കൂടി ആത്മഹത്യ ചെയ്തു. പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്ന റഫീഖ് മുഹമ്മദ് ആണ് ഗറാഫയിലെ സ്വവസതിയിൽ ഇക്കണക്കിന് പോയാൽ നമ്മുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. മാത്രം $582 ബില്യൺ പ്രോജക്റ്റുകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. അടുത്തത് എടുക്ക്. ഹലോ, ഓക്കെ, I'll try. എന്തേ? 2 ദിവസത്തിന് ക്യൂട്ടറിലെ ഡ്യൂസ് മുഴുവൻ കെട്ടണം, അല്ലെങ്കിൽ ചാനലിൻ്റെ ലൈസൻസ് കട്ടാവും. നീ മുഹമ്മദ് അലിക്ക് ഒന്നൂറ് വിളിച്ചു നോക്ക്. ഒരു കാര്യമില്ല. റിസഷൻ എല്ലാവർക്കും പണി കൊടുത്തിരിക്കുക. മുഹമ്മദ് അലിഖാന്റെ 2 യൂണിറ്റാണ് ലോക്കൗട്ട് ആയത്. ഇനിയിപ്പോൾ എന്തോ ഒരു വഴി. സ്റ്റാഫിന് 2 മാസം ശമ്പളം കൊടുത്തിട്ട് ക്യൂട്ടലിൻ്റെ ഡ്യൂസ് കിട്ടണം. എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് വരും. എന്താ ചെയ്യാ ചെല്ലാലേ? നിനക്കിവിടെ ബ്ലേഡ് കക്ഷികളെ വല്ലതും പരിചയമുണ്ടോ? ആളുണ്ട്, പക്ഷെ തലപോണ പലിശയാ. അതൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും പിടിച്ചു തന്നേ പറ്റൂ.
മായാനഗരമേ മണൽ കടലിനഴകേ വിധിയിൽ കാണാ ചുഴിയിൽ ചുടലപ്പാട്ടിൻ പൊടിയിൽ പ്രണയം നുരയും കളിയാട്ടം മറയുകയോ മാറുകരകളകലെ ദൂരം തേടി വായും കാറ്റും മായാനഗരമേ മണൽ കടലിനഴകേ അന്നു നമ്മൾ ഉറങ്ങിയില്ല വിടർന്നുള്ളിൽ ചുവന്നല്ലോ ഉത്സവയാമം ഇന്നുറക്കുകയില്ല രാത്രികൾ ഉഷ്ണപക്ഷകാലം ആരുടെ ചുവളിച്ചെറിഞ്ഞേന്താരുമോഹനരൂപം വിധിയിൽ കാണാ ചുഴിയിൽ ചുടലപ്പാട്ടിൻ പൊടിയിൽ പ്രണയം നുരയും കളിയാട്ടം മറയുകയോ മാറുകരകളകലെ ദൂരം തേടി പായും കാറ്റും മായാനഗരമേ മണൽ കടലിനഴകേ നീ ബാഗ് എടുത്ത് പെട്ടെന്ന് റെഡിയാവും. നാളെ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ആ ബാങ്കുകാരുടെ കംപ്ലൈൻറ്റിൽ ഇപ്പം തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഞാൻ ട്രൈ ഉണ്ട്. നീ വേഗം റെഡിയാവും നോക്ക്. ഇനിയാണ് അനന്തരാമൻ്റെ പ്രണയ ജീവിതം തുടങ്ങുന്നത്. നിങ്ങൾ പറഞ്ഞ അടിമുടി ആനന്ദം നിറഞ്ഞ പ്രണയ ജീവിതം. ഈശ്വര, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പെട്ടെന്ന് പോരേണ്ടി വന്നു. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. ഹലോ, ഇസീൻ, ഹംദല്ല, മാലിസ് മുദീർ, അയ്വ.
നീ ആരെയാ പേടിക്കുന്നേ? എന്താ പ്രശ്നം? നമ്മുടെ ചാനല് നാട്ടിൽ കിട്ടില്ലേ ഏട്ടാ? കിട്ടും. നല്ലോണം കാശറിയണം. ആദ്യം അവിടെ ഒന്ന് പച്ച പിടിക്കട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാലോ. പാർക്കുട്ടിയെ, ഓ അച്ഛൻ വന്നതിന്റെ ഒരു ഇളക്കം. ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. വാ. അമ്മു നീയും വാ, കൊച്ചച്ഛൻ വിളിക്കണം. ഹലോ. അല്ല, ഞാൻ പറയുന്നത് എനിക്കൊരു 2 ആഴ്ച സമയം കിട്ടിയാൽ മതി. ചേട്ടൻ പറഞ്ഞ ഞങ്ങ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. അങ്ങാട്ടെങ്ങാണ്ട് മാറിയിടാപ്പ. എന്റെ കയ്യിൽ ഇനി ഇതേ ബാക്കിയുള്ളൂ. കാശ് ചോദിച്ചിനി ആൾക്കാർ ഇവിടെ വരരുത്. ചാനൽ തുടങ്ങാൻ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിന്റെ നോട്ടീസ്. നിതീഷിനെ വിളിച്ചിരുന്നു. നാളെ മുതൽ ഞാൻ ചാനൽ ജോയിൻ ചെയ്യാം. കഴിക്കടാ. മോനെ ഒരു കട്ടൻ. എടാ, തൽക്കാലം നിങ്ങൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കെ. കളമശ്ശേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. നിങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് മാറി. രേവതി പുതിയ ചാനൽ ജോയിൻ ചെയ്യല്ലേ, അത് അവൾക്കൊരു സൗകര്യമാവുമല്ലോ. ഈ റിസപ്ഷൻ എന്ന് പറയുന്നത് നിന്നെ മാത്രം ബാധിച്ച കാര്യമൊന്നുമല്ല. നീ സമാധാനമായിട്ടിരിക്കെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നാളെ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള വഴി നോക്ക്. ഇറാൻ ആണവ ചർച്ച കാലാവധി നീട്ടി. വാർത്തകൾ വിശദമായി. ഈജിപ്തിലെ സിനായിയിൽ തീവ്രവാദി ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. ഈജിപ്തിലെ വടക്കൻ സിനായിൽ പോലീസ് സ്റ്റേഷനുകൾക്കും നേരെയുണ്ടായ വൻ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. പ്രവിശ്യയിലെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയത്തായിരുന്നു ആക്രമണം. 70 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഏറ്റുമുട്ടലിൽ 22 അക്രമികളും കൊല്ലപ്പെട്ടു. രാത്രി വൈകിയും ഏറ്റുമുട്ടൽ തുടരുന്നതായി റിപ്പോർട്ടുണ്ട്. ഹലോ. അത് സൈമ, ഞാൻ ഒരു അവധിയും കൂടെ തരാം. ഒടുക്കത്തെ അവധി. മറ്റന്നാൾ എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ അനന്തൻ സാറേ, പിന്നെ നിങ്ങൾ കാണുന്നത് എന്റെ ഈ മുഖമായിരിക്കില്ല. ആണവ തർക്ക പരിഹാര കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഇറാനും വൻ ശക്തികളും തമ്മിലുള്ള ചർച്ച നീട്ടിവെച്ചു. അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ദെൻ സീ യു. ഞാനിപ്പോൾ എന്താ പറയുക, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയിൽ റോളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒക്കെ ശരിയാവും. ഓക്കെ. ഓർത്തു നമ്മൾ മറന്നു കാലം, ഈറുത്തിൽ ഈ കൈകളാലൊരു പൂവിതൾ പോലും വീണ്ടും എന്തിനെടുത്തു തന്നേരായുധങ്ങൾ നീയും കൊന്നു തിന്നുകയെന്നു ചൂണ്ടി തേരു നീങ്ങുകയാണോ, തേര് നീങ്ങുകയാണോ മായ തകരമേ. എത്ര തവണ ഞാൻ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്ത? അടുക്കളയിലാണ്, ഒരു സാധനവും ഇല്ല. ഞാൻ എൻ്റെ സിം മാറ്റി. ഇതാ പുതിയ നമ്പർ. ഇങ്ങനെ സിം മാറ്റി വീട് മാറ്റി എത്ര നാൾ ജീവിക്കും? പിന്നെ എന്ത് ചെയ്യണം അതോടി പറ.
എൻ്റെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കടങ്ങളൊന്നും കാലക്കേട്. അവിടുത്തെ ബാങ്കിലെ ലോണൊക്കെ ഒരു സമാധാനമുണ്ട്. ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ടൈം ഫിക്സ് ചെയ്ത് പതുക്കെ അടച്ചു തീർത്താൽ മതി. പക്ഷെ ഇവിടുത്തെ പ്ലേറ്റുകാരുടെ പ്രശ്നമാണ്. അതൊന്ന് ഒതുങ്ങി കിട്ടിയ തലയൊന്ന് നേരെ നിൽക്കുമായിരുന്നു. അതിൽ പിന്നെ വല്ല ചാനലിൽ ജോലി ചെയ്തിട്ടാണെങ്കിലും നമുക്കൊന്ന് പിടിച്ചു നിൽക്കാം. പക്ഷേ ബ്ലേഡുകാർക്ക് കൊടുക്കേണ്ട ഒരു 10 ലക്ഷം രൂപ അതിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടിയേ പറ്റും. അതിനിപ്പോൾ ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ. പിള്ളേരുടെ പേരിൽ എന്റെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന മണ്ണ് വിൽക്കണം അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? നടക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നടക്കില്ല. അണ്ണ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. 5 കൊല്ലം പ്രണയിച്ച് കെട്ടിയതാണ് ഞാൻ അവളെ. നിങ്ങൾക്കറിയോ, ഗൾഫിൽ ചാനൽ തുടങ്ങാൻ നെട്ടോട്ട് ഓടുമ്പോൾ ഞാൻ പൈപ്പ് വെള്ളമാണ് കുടിച്ചിട്ടുള്ളത്. മിനറൽ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൂല. അതിൻ്റെ കാശ് പോലും മിച്ചം വെച്ച് ഞാൻ ഇവ കഴിച്ചു കൊടുക്കും. എൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കാത്ത ഒരു ലക്ഷ്യം എനിക്ക് വേണ്ട. എന്നെ മോഹിപ്പിച്ചിട്ടില്ല. പക്ഷെ അവളത് മനസ്സിലാക്കിയില്ല. അണ്ണാ, എനിക്ക് ഉറപ്പുണ്ട് ഇപ്പൊ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റിയ ഈ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചുണ്ടാക്കാം. അതിനാണ് ഞാൻ അവളുടെ കാല് പിടിച്ചത്. സമ്മതിച്ചില്ല, സമ്മതിക്കില്ല. തെറ്റിതെനിക്കാണ്. ഇന്നലെ വരെ ജീവിച്ചത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മക്കം വേണ്ടിയാണ്. അവിടെയാണ് തെറ്റി. എന്നാ നിങ്ങളിടയ്ക്ക് ചോദിച്ചല്ലോ, ഞാൻ ഈ ഫോണിങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന എന്തിനാണെന്ന്. പുതിയ സിമ്മാണ്. ഈ ഫോണിൻ്റെ നമ്പർ എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ വീട് വിട്ട് ഇറങ്ങി പോന്നിട്ട് ഇപ്പോൾ 2 പകലും 2 രാത്രിയും കഴിയുന്നു. ഇതുവരെ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനെങ്കിലും ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ് ഉണ്ടായിട്ടില്ല, ഉണ്ടാവത്തില്ല. അവളുടെ ഒരു വിളിയോ ഒരു മെസ്സേജോ അത് വന്ന ഉടനെ ഞാൻ തിരികെ പോവും. പക്ഷെ ഞാൻ കൊല്ലട്ടെ. ഞാൻ അടിച്ചു, അണ്ണ ഫിറ്റായി. അയ്യോ അണ്ണാ, അണ്ണ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെ. ഓ, എന്താണ് സാർ? താൻ നാളെ എൻ്റെ കൂടെ വരുന്നോ? ഒരു ദിവസം അസോസിയേറ്റ് ആർക്കിടെക്റ്റായിട്ട് എൻ്റെ കൂടെ നിന്നാ ചിലപ്പോൾ അത്യാവശ്യം തൻ്റെ കടം വീട്ടാനുള്ള പൈസ എനിക്ക് തരാൻ പറ്റും. നിങ്ങളെ പൈസയൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ വരും. കാരണം എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ കൊള്ളാം. ഹലോ സർ. സർ റിനു കുരുവിള ഒരു ഫിലിം പ്രൊഡ്യൂസറാണ്. 1-2 ഹിറ്റ് സിനിമകൾ എടുത്തിട്ടുണ്ട് അടുത്ത കാലത്ത്. ആ സർ. സർ, AC ഗ്യാസ് ലീക്ക് ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ഡെത്ത് ആവാനാണ് സാധ്യത. സർ ഞാനത് നോക്കിക്കോളാം. ഇല്ല സർ, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇല്ല സർ, ഫോഴ്സ് ഉണ്ട് ഇവിടെ. സർ ശരി സർ. ഓക്കെ സർ.
അല്ലാശാനെ ഇത്ര കാലത്തെ കാർ എവിടെ സംഘടിപ്പിച്ചു? അതല്ലേ ജോൺ ഡേവിഡിൻ്റെ ഒരു നെറ്റ്വർക്ക്. ഇന്നിത്തിരി റിലാക്സ്ഡ് ആണല്ലേ? അതാണ് വേണ്ടത്, അത്രേ പാടുള്ളൂ. mankind was born on earth. It never meant to die here. ഇൻഡസ്റ്റെല്ലാർ സിനിമയിലെ നായകൻ്റെ ഡയലോഗാണിത്. ഇപ്പം എൻ്റെയും. ഇത് കൊള്ളാലോ, രഘുവേട്ടൻ്റെ കൊട്ടാരം. രഘുചന്ദ്രൻ, അതാണ് ശരിക്കുള്ള പേര്. അടുപ്പക്കാർക്ക് രഘുവേട്ടൻ, ഹിൽ ടോപ്പ് രഘുവേട്ടൻ. കർണാടകയിൽ 4 സ്റ്റാർ ഹോട്ടലുകൾ തുടങ്ങിയിട്ടുണ്ട്. പുതിയ പ്രോജക്റ്റ് കാർവാറിലാണ്. കടൽ തീരത്ത് 10 ഏക്കറിൽ ഒരു റിസോർട്ട്. ബേസിക്കലി ഐ എം ആൻ ആനിമേറ്റർ, ബട്ട് ആർക്കിടെക്ചർ ഈസ് മൈ പാഷൻ. മൂപ്പറുടെ മകൾ അനാമിക എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ആ വഴി വന്നൊരു പ്രപ്പോസലാ. 2-3 ഓൺലൈൻ ഡിസ്കഷൻസ് കഴിഞ്ഞു. ഇത് ഫൈനൽ സിറ്റിംഗ് ആണ്. ഉഗ്രൻ പ്രോജക്റ്റാണ്. അടിച്ചാൽ കുടുംബം രക്ഷപ്പെട്ടു മോനെ. ഇനി അനന്തൻ ഡ്രൈവ് ചെയ്യുന്നു, ഞാനൊന്ന് മയങ്ങുന്നു. ഓക്കെ അല്ലേ? मगर तुम कहो मत कहानी कदीमी, जिसे फिर सुनो बस चलो दूर सयानी। बचेगी इधर भी रुदलती धड़कन, John, Anamika. You know, this is our first meeting. Hi. ഫേസ്ബുക്കിന്റെ മായ കണ്ണാടിയിൽ നിന്നും കാണും, പക്ഷെ നേരിലാദ്യം. Please come. Hello. Papa, John. Hello. ഇവളിങ്ങനെ റണ്ണിങ് കമന്ററി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജോൺ കാർവാറിലെത്തി, ചിത്രദുർഗയിലെത്തി. പക്ഷെ ഈ സർപ്രൈസ് മാത്രം ഇവൾ ജോണിനോട് പറഞ്ഞില്ല അല്ലേ? ഇന്നിവളുടെ ബർത്ത്ഡേയാ. Oh, really? Many more happy returns of the day. Thank you. Anyway, no more discussions. Let's go in and celebrate, okay? Okay. Meet my friend Anandaraman, എൻ്റെ അസോസിയേറ്റ് ആണ്. Hello. Glad to meet you. Let them freshen up. മോള് പോയി റൂം കാണിച്ചു കൊടുക്കാം. Please. यही राह देखो जूही की कतारें, वही रात दिल में खिली हो कमाल है। यही राह देखो जूही की कतारें, वही रात दिल में खिली हो। ഒരു വർഷത്തെ കാത്തിരിപ്പ്. Happy birthday to you. ये सच हम लहर तुम बहाना जैसी लिखा था जुबां से, निभा दो जिगर से। मगर तुम कहो मत कहानी
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണം. കഴുത്തിലൊരു പാടുണ്ട്, അത് സീറ്റ് ബെൽറ്റ് മുറുകിയതാവണം. പിന്നെ ഉള്ളിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട്. സർ, മരണം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മുടെ ബാങ്കിലുണ്ടായിരുന്ന മുഴുവൻ പണവും 32 crores നൈജീരിയയിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് മാഡം തന്നെ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സർ, ഇതാണ് നമ്പർ. മണി ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് SP ഓഫീസിൽ നിന്നൊരു എൻക്വയറി ഉണ്ടായിരുന്നു. അത് യൂഷ്വൽ ട്രാൻസ്ഫർ ആണെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഹലോ, കുരുവല, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കൊച്ചിയില്. 2-3 തവണ നിന്നെയും വീടിനെയും ഞാൻ പഴയ നമ്പറിലേക്ക് വിളിച്ചു. ആരാ? കുരുവില്ല, എവിടെയാ നിങ്ങളിപ്പം? നിങ്ങളുടെ ഒരു കോൾ വന്നിട്ട് മിനിമം ഒരു 6 മാസമെങ്കിലും ആയി. എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചുകൂടി ചങ്ങായി? ആ, റീനു അടുത്തുണ്ടോ? നീ ആ ഫോണൊന്ന് കൊടുത്തേ. ഹലോ ഹലോ, വാട്ട് ഹാപ്പൻഡ്? റീനു പോയി. വാട്ട്? അപകട മരണമെന്നാ പോലീസ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങോട്ടാ. മരണത്തിന് അരമണിക്കൂർ മുൻപ് അക്കൗണ്ടിലെ മുഴുവൻ പണവും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എനിക്കെന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു കേട്ട. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യൂ. എന്താ ജോൺ? Sit down. Sit down. ഇപ്പൊ എന്നെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എടുത്തോളൂ, എല്ലാം എടുത്തോളൂ. ഞങ്ങളെ കൊല്ലരുതേ പ്ലീസ്.
Do you have a gun? Do you have a gun? Do you have a gun? Yes! 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 We have! We have! Bring it. ദൈവത്തെ ഓർത്ത് നിങ്ങൾ കൊല്ലരുത്. Please. നിങ്ങൾ 3 പേരുടെയും ബാങ്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ഞാൻ തരുന്ന നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മരണത്തിന് അരമണിക്കൂർ മുൻപ് അക്കൗണ്ടിലെ മുഴുവൻ പണവും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. Do it, Papa. Can you do it? എഴുത്. Come on. Right. Heavy debts. Lack of money to live. Have forced us to commit suicide. പണത്തേക്കാൾ വിലയുണ്ട് ജീവന്, അല്ലേ രഘുവേട്ടാ? ഹലോ. ബാഗ് എടുത്ത് വേഗം മുകളിലേക്ക് വരൂ. എന്താ? ഹലോ. എന്താ? You
കിള്ളാതെ ചൊല്ലാമോ ചില്ലാണേ നെഞ്ചം പാനപാത്രം നുള്ളാതെ നില്ലാളെ നിന്നാണേ ചേർന്നു പാടാം. മാനം ചുറ്റിപ്പറക്കും മണ്ണിൽ വീണുടയും പ്ലീസ്. വിച്ച് ഫ്ലോർ? ഗ്രൗണ്ട് ഫ്ലോർ. മാനം ചുറ്റിപ്പറക്കും മണ്ണിൽ വീണുടയും കുന്നോളം കെട്ടിപ്പൊങ്ങും മോഹങ്ങൾ. താങ്ക് യു. Same to you. For what? For your aromatic presence. ഇരുളല മൂടി ഈരണഭൂമി എന്നേ തുടങ്ങിയ തേരോട്ടം കിള്ളാതെ ചൊല്ലാമോ ചില്ലാണേ നെഞ്ചം പാനപാത്രം നുള്ളാതെ നില്ലാളെ നിന്നാണേ ചേർന്നു പാടാം. അഹമുത്തും പൊന്നും തീരയും ഉരുവേറിപ്പോകും സഞ്ചാരി കണ്ടോ ചങ്കിൻ കനലാട്ടം. മുത്തും പൊന്നും തീരയും ഉരുവേറിപ്പോകും സഞ്ചാരി കണ്ടോ ചങ്കിൻ കനലാട്ടം. മെയ്യാതെ മുറുകുമ്പോഴും ചുണ്ടിൽ വെൽക്കം ടു മൈ ഹോം. So John, how's my home? It's beautiful. You have an amazing aesthetic sense. Thank you. അത് നിങ്ങളുടെ ഈ വീടിനുണ്ട്, റീനുവിൻ്റെ സിനിമകൾക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു ജോൺ. ഞങ്ങൾ ആ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. You want to talk to him? Hey, no. Okay. Okay then. ബൈ. ഹസ്ബൻഡ് ഇപ്പോൾ സിംഗപ്പൂരിലാണ്. നെക്സ്റ്റ് വീക്കിലെത്തും. പിന്നെ ഒരു 2-3 months US-ലായിരിക്കും. മൈ ഗാഡ്. എന്തേ? ഈ കുരുവിള മാത്യു ഐപ്പ് സാർ എന്തിനാണ് ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റുന്നത്? കൺമുന്നിൽ ഇത്രയും സുന്ദരിയായ നിങ്ങളുള്ളപ്പോ. Oh God, it's 3 o'clock. ജോൺ, ലഞ്ച് കഴിക്കാം. നമുക്ക് ക്രൗൺ പ്ലാസയിൽ പോയാലോ? എന്തിന്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, റീനുവിന് വേണ്ടി ഇന്ന് ഞാൻ കുക്ക് ചെയ്യും. Really? A very special and delicious meal for my beloved. As good as you? Come on. എവിടെയാ? I'm sorry. It's 6 o'clock. ഇറങ്ങണ്ടേ നമുക്ക്? Okay. 7 o'clockന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ക്യാൻസൽ ചെയ്തു. Why? Because of you. വേണ്ട. Why? Hey, come on. No. Please. No. Hey. Please.
ഹേ, ടേക്ക് ദ ഫോൺ. Password. Password. Matthew. Matthew? 1 2 C. പണം ജീവൻ, ഇതിലേതിനാണ് മാഡം കൂടുതൽ വില? പ്ലീസ് പ്ലീസ് ടെൽ മീ. ഒരക്ഷരം വിടാതെ എല്ലാം തുറന്നു പറയണം. ടെൽ മീ ദ ട്രൂത്ത്. ഡ്രസ് ചെയ്യും. നമുക്കൊരു ഡ്രൈവിന് പോവാം. Come on, we'll go for a drive. വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. പേടിയുണ്ടല്ലേ? പൊങ്ങി പൊങ്ങും ഇരുളിൽ കരിനീലത്തിരയിൽ പോരാളി പോരു വീണ്ടും കളിയാടാൻ. മുങ്ങി പൊങ്ങും ഇരുളിൽ കരിനീലത്തിരയിൽ പോരാളി പോരു വീണ്ടും കളിയാടാൻ. ആരെയ്തെന്നറിയും മുമ്പേ അമ്പിൻ തുമ്പിൽ പിടയും കിളികൾ പകയിൽ തീയെരിയുന്നുണ്ടേ തീനാളം. ഹലോ പോലീസ് സ്റ്റേഷൻ. ഹലോ, ഒരു കോഫി. യു ആർ എ ക്രിമിനൽ, എ മർഡറർ. ആയിക്കോളൂ.
പക്ഷെ എന്നെ എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത്? ജോൺ, ജോൺ, നിർത്താൻ. ജോൺ, സ്റ്റോപ്പ് ദ കാർ. എനിക്കറിയണം എന്തിനാണ് എന്നെ നിർത്താൻ. സ്റ്റോപ്പ് ദ കാർ. നിർത്താൻ. നിന്നെ കാർവാറിലെ ഹിൽ ടോപ്പിൽ എത്തിച്ചത് ഞാനല്ല, ദൈവം. എന്റെയും നിന്റെയും ദൈവം. ഓർത്തെടുക്ക്. സ്വപ്നങ്ങൾ താങ്കളുടെ വർണ്ണങ്ങൾ ഞങ്ങളുടെ ഷാലിമാർ പെയിന്റ്സ്. ഒരു മിനിറ്റ്. ഹലോ, നീ എവിടാ? ഇത്ര ദിവസമായി അനന്തു. ഒന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ നിനക്ക്. നീ എഴുതി തന്ന നമ്പർ എൻ്റെ മിസ്സായി. എന്താ എവിടാന്നറിയാതെ മനുഷ്യനിവിടെ തീ തിന്നായിരുന്നു. ഞാൻ ഒന്നും പറയണ്ട, നീ വേഗം. എല്ലാം വിറ്റുപെറുകിയിട്ടാണെങ്കിലും ഇതിനൊരു വഴി കാണും. മോൻ ഇനി അതാലോചിച്ച് തലമുണ്ടാക്കണ്ട. ചന്ദ്രൻ സാറും ദേവേടത്തിയും പോയെങ്കിലും അവരുടെ സ്ഥാനത്ത് ഞങ്ങളില്ലേ മോനെ. നിനക്കൊരു സങ്കടം വരുമ്പോ നീ അത് ആദ്യം പറയേണ്ടത് ഞങ്ങളോടല്ലേ. ആ പലിശക്കാരന്റെ പേരെന്താന്ന് പറഞ്ഞ മോളെ? സൈമൺ. ഞാൻ അയാളൊന്ന് വിളിക്കാം. കടം പിടിച്ച കാശാണ്, അതെന്തായാലും തിരിച്ചു കൊടുക്കണം. പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടുമ്പോ അതിനൊരു നീക്കുപോക്കുണ്ടാവില്ലേ?
നിന്നെ കാർവാറിലെ ഹിൽ ടോപ്പിൽ എത്തിച്ചത് ഞാനല്ല, ദൈവം. എന്റെയും നിന്റെയും ദൈവം. ഓർത്തെടുക്ക്. ഇന്നലെ കാർവാറിലായിരുന്നു, ഒരേ യാത്ര. Shall I pray for some time? ഇപ്പൊ മനസ്സിലായോ? അനന്തനെ കാർവാറിൽ എത്തിച്ചതും ഇപ്പൊ ഇവിടെ എത്തിച്ചതും ഞാനല്ല. സി ജോൺ, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സീരിയസ് ഇഷ്യൂസ് ഉണ്ടാവാം, പക്ഷെ അതിനുള്ള പരിഹാരമൊന്നുമല്ല നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നത്. കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ആളുകളെ കൊന്നിട്ട് നിങ്ങൾ എന്ത് നേടാനാ? ഓക്കെ ജോൺ, ഞാനും നിങ്ങളും തമ്മിൽ എന്താണ്? ആ ട്രെയിൻ യാത്രയ്ക്ക് മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്തുകൊണ്ട് ഞാനിവിടെ? Why should I be here? ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നില്ല. ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ജോണും എത്തി. സുഭാഷ് സർ, 3 ചായ എടുക്കോ? സോറി, എനിക്ക് വേണ്ട. നമുക്ക് അവിടെ ഇരുന്നാലോ? നല്ല കാറ്റുണ്ടാവും. ഈ വീട് വാങ്ങിച്ചിട്ട് എത്ര വർഷമായി? 2 വർഷം. ബ്യൂട്ടിഫുൾ ഹൗസ്, ഇന്റീരിയേഴ്സും കൊള്ളാം. എല്ലാം റീനുവിൻ്റെ ടേസ്റ്റാണ്. ബ്ലൈൻഡ്സ്, കർട്ടൻസ്, പെയിന്റിങ്സ്, ലാൻഡ്സ്കേപ്പിംഗ്, എവറിഥിങ്. എൻ്റെ വൈഫും ഇതുപോലെ തന്നെയായിരുന്നു. വീടായിരുന്നു അവളുടെ സ്വപ്നം. അത് പക്ഷേ ഇവിടൊന്നുമല്ല, ആസാമിൽ ബ്രഹ്മപുത്രയുടെ തീരത്ത്. അവിടെ ഞാൻ 2 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. റിട്ടയർമെന്റ് കാലത്ത് എനിക്ക് അവക്കും ജീവിക്കാൻ. സുഭാഷ്, നീ എന്നാ വീട്ടിൽ പോയിക്കോ. സർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വൈഫ് 5 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ മലേഷ്യപ്പെട്ടുപോയി. ലേ കോപ്പാക് പ്രൊഡക്ഷൻസിന്റെ ക്രിയേറ്റീവ് ഹെഡായി ജോയിൻ ചെയ്ത സമയം 1.5 വർഷം കഴിയാതെ ലീവ് കിട്ടില്ല. ദിവസം 4ഉം 5ഉം തവണ സ്കൈപ്പിൽ അവളെത്തുമ്പോൾ മനസ്സ് കൈവിട്ടു പോകും. വാൾട്ട് ഡിസ്നിയോട് ഗുഡ് ബൈ പറഞ്ഞ് തിരികെ ഫ്ലൈറ്റ് പിടിക്കാൻ മനസ്സ് കൊതിക്കും. പക്ഷെ അവൾ വിലക്കും. വേണ്ടാത്ത പണിക്കൊന്നും പോവല്ലേ. ഇപ്പൊ അവിടുന്ന് ചാടിപ്പോന്ന എത്രയാ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരിക എന്ന് വല്ല രൂപമുണ്ടോ? ആദ്യം അവിടുത്തെ പണി തീർക്ക്, എന്നിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി. ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഡോക്ടേഴ്സിന്റെ ഒരു പട തന്നെയുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? What happened? I just want to tell you something. I have shocking news for you. I am so excited. എടി പെണ്ണെ, കളിക്കാതെ കാര്യം പറ. എന്റെ വയറ്റില് 4 പിള്ളേരുണ്ട്. What? എന്റെ വയറ്റില് സാറിന്റെ 4 പിള്ളേരുണ്ട്. Really? അണ്ണാ, എന്റെ പെണ്ണെ, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. 46 years of my celibacy. എന്റെ 46 വർഷത്തെ ബ്രഹ്മചര്യം. Now it's meaningful. കർത്താവേ, നിനക്ക് സ്തോത്രം.
ഒടുവിൽ ആ ദിവസമെത്തി. Hearty congrats, Mr. John David. You are one of the luckiest father in the world. എനിക്ക് ചുറ്റും 4 സ്വർണ്ണ മത്സ്യങ്ങൾ, എൻ്റെ അന്നയുടെ ചിരി, പരിഭവങ്ങൾ. അയ്യോ 4 കൂടി ഇതൊരു പരുവാക്കും. നിന്നെ പറഞ്ഞ വയറന്മാരാ 4. പിന്നെ 4 ആളും കൂടി ഒരുമിച്ച് ഉറങ്ങുന്ന പ്രശ്നമില്ല. ആരെങ്കിലും ഒരാള് എപ്പോഴും ഉണർന്നിരുന്ന് കീറും. അമ്മയുടെ ബോറടി മാറ്റാനേ അമ്മയില്ലേ അവിടെ? ഉണ്ടല്ലോ, പക്ഷെ അവിടെ പാലില്ലല്ലോ. നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് വേണം ഈ 4 എണ്ണത്തിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ. അല്ലടാ? ഓക്കെ. അന്നയുടെ പ്രസവ ശുശ്രൂഷകൾ നാട്ടിലെത്തി ചിട്ടയായി നടത്തണമെന്ന് അമ്മയ്ക്കായിരുന്നു ശാഠ്യം. ഞാനും അത് സമ്മതിച്ചു. വിസയുടെ കാര്യത്തിന് മക്കളുമായി എംബസി പോയി മടങ്ങുമ്പോൾ അവൾ എന്നെ വിളിച്ചു. നോക്ക്, ഇവര് പകുതി മലയാളികളാ. പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാത്തവര്. ഇവരുടെ കൂട്ടത്തിലാ പപ്പ രഘുവേട്ടനെ കണ്ടത്. ആസാമിൽ ഇവരൊരുമിച്ച് ജോലി ചെയ്തിരുന്നു. ആൻറ്റി ഒരു മോളും ഒപ്പുണ്ട്. എനിക്ക് ശരിക്കും സങ്കടം തോന്നി. അതെ, രഘുവേട്ടനും രഘുവേട്ടൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. അവരുടെ സ്പോൺസറുമായിട്ട് പപ്പ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരെ നാട്ടിൽ വിടാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്. ഞാൻ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, പിന്നെ വരാട്ടോ. ഓക്കെ, ബൈ. അതെ, അവർക്കും കൂടി ഒരു ടിക്കറ്റ് റെഡിയായി, സെയിം ഫ്ലൈറ്റിന് തന്നെ. പിന്നെ എന്തായാലും നാട്ടിലേക്ക് പോവല്ലേ, അപ്പോൾ അവരെയും കൂട്ടി പുറത്ത് പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ഞാൻ പപ്പയോട് പറഞ്ഞു. അവരതിന് പോയേക്കാം. ടിക്കറ്റ് റെഡിയായി വിവരം അറിഞ്ഞപ്പോൾ അവിടെ സന്തോഷം ഒന്ന് കാണണം. ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അവരുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവും, അല്ലേ ജോൺ? അതായിരുന്നു അവളുടെ അവസാനത്തെ കോൾ. പിന്നെ 2 ദിവസം അന്നെ എനിക്ക് ഫോണിൽ കിട്ടിയില്ല. 3-ാമത്തെ ദിവസം ആ വാർത്തയെത്തി. ജോസഫ് ജോർജും കുടുംബവും ആത്മഹത്യ ചെയ്തു. എന്റെ സ്വർണ്ണ മത്സ്യങ്ങളെ ഞാൻ ആദ്യമായി കണ്ടു. പപ്പയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കൊരറിവും ഉണ്ടായിരുന്നില്ല. അന്ന പറഞ്ഞിട്ടുമില്ല. പക്ഷെ അക്കൗണ്ടിലെ മുഴുവൻ പണവും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരുന്നു. മരണത്തിന് 1/2 മണിക്കൂർ മുൻപ്. ഒരു സിംഗപ്പൂർ കമ്പനിയുമായി പപ്പയ്ക്കൊരു കേസുണ്ടായിരുന്നു. അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് 2 ദിവസം മുൻപ് വന്ന ഒരു മെയിലിൻ്റെ ഉറപ്പിൽ പോലീസ് ആത്മഹത്യ എന്ന അടിവരയിട്ട് പറയുമ്പോഴും എൻ്റെ മനസ്സിനെ അത് വിശ്വസിപ്പിക്കാൻ എനിക്കായില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഉറക്കമില്ലാത്ത രാത്രികളുമായി 1 വർഷം കടന്നുപോയി. Alaikum salam. I was sleeping. ما في مشكلة. I'm sorry. اوكي. ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥനും മലയാളിയുമായ ജോസഫ് ജോർജും കുടുംബവും സ്വന്തം കാറിൽ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ. ദഫ്നയിലെ സ്വവസതിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജോസഫ് ജോർജ്, ഭാര്യ ഗ്രേസി ജോർജ്, മകൾ അന്ന, അന്നയുടെ 6 മാസം വീതം പ്രായമുള്ള 4 കുഞ്ഞുങ്ങൾ എന്നിവരാണ് ദാരുണമായി മരണപ്പെട്ടത്.
എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കായി കാറിൽ കയറിയ അവസ്ഥയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാറിന്റെ ലോക്ക് സിസ്റ്റത്തിൽ വന്ന തകരാറാവാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശ്രീ ജോസഫ് ജോർജിന്റെയും കുടുംബത്തിന്റെയും മരണം ഒരു അപകട മരണമാണെന്ന് പോലീസും മറ്റു മാധ്യമങ്ങളും പറയുമ്പോൾ പ്രവാസി ചാനൽ ഈ ദുരൂഹ മരണത്തെക്കുറിച്ച് ഗൗരവമേറിയ ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ജോസഫ് ജോർജിന്റെയും കുടുംബത്തിന്റെയും ദാരുണ മരണം കൊലപാതകം. പ്രവാസി ചാനൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കുന്ന നടക്കുന്ന റിപ്പോർട്ടിലേക്ക്. കാറിന്റെ ലോക്കിംഗ് സിസ്റ്റത്തിലെ അപാകതയാണ് മരണകാരണമെന്ന് പോലീസ് പറയുമ്പോഴും അതിന്റെ സാധ്യത 100% തള്ളിക്കളയുകയാണ് സിറ്റിയിലെ പ്രമുഖ കാർ ഡീലറും ഓട്ടോമൊബൈൽ എക്സ്പേർട്ടുമായ ജാക്ക് തോബിയാസ്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ശക്തമായ നിലപാടോടെ 3 ദിവസങ്ങളിൽ വാർത്ത കൊടുത്ത പ്രവാസി ചാനൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 5-ാം ദിവസം മരണം ആത്മഹത്യ എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് മറ്റൊരിര കൂടി. ജോസഫ് ജോർജിന്റെയും കുടുംബത്തിന്റെയും മരണം ആത്മഹത്യ തന്നെ എന്നുറപ്പിക്കാവുന്ന നിർണായകമായ തെളിവുകൾ പ്രവാസി ചാനലിന് ലഭിച്ചു. റിസഷനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ജോസഫ് ജോർജ് എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബ സുഹൃത്തുക്കൾ വ്യക്തമാക്കി. മരണത്തിന് ഒരാഴ്ച മുമ്പ് ഒരു സിംഗപ്പൂർ കമ്പനിയുമായിട്ടുള്ള നിയമയുദ്ധത്തിൽ ജോസഫ് ജോർജ് പരാജയപ്പെട്ടിരുന്നു. അത് അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. മരണത്തിന് 1 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലെ മുഴുവൻ പണവും 2 സിംഗപ്പൂർ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. മായാനഗരമേ മണൽ കടലിനഴകേ വിധിയിൽ കാണാ ചുഴിയിൽ ചുടലപ്പാട്ടിൻ പൊടിയിൽ പ്രണയം നുരയും കളിയാട്ടം മറയുകയോ വേദനയും അപമാനവും കൊണ്ട് വെന്തുരുകിയ രാത്രികൾ, പകലുകൾ, ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയും മുമ്പിലില്ലെന്നുറപ്പിച്ച ദിവസങ്ങൾ. അന്ന് വൈകിട്ട് തന്നെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ജോസഫ് സാറിന്റെ വീട്ടിൽ ഞങ്ങളെത്തി. ഇത് അങ്കിളുടെ റൂം. ഡിഗ്രിയിൽ കത്തി നിന്ന ഉഷ്ണച്ചൂടിൽ നിന്നും ജോസഫ് സാറിന്റെ ബംഗ്ലാവിലെ തണുപ്പിലേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ സ്വന്തം വീടിനെ ആത്മനിന്ദയോടെ ഞാൻ ഓർത്തു. നീ എന്ത് തീരുമാനിച്ചു? നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ചാവാൻ അത്ര ദൂരം പോവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാട്ടിൽ പോയിട്ട് എങ്ങനെ ജീവിക്കും? കാശ് കൊടുക്കാനുള്ളവരൊക്കെ ഇങ്ങനെ രാവും പകലും വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയണം? അതോ അവന്റെ ഒക്കെ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും നാട് പറ്റിയാൽ മതിയെന്നായിരുന്നു ടിക്കറ്റ് കൈ കിട്ടുന്നവരെ. ഇപ്പൊ ആലോചിച്ചിട്ട് തല പെരുക്കുക. ഇവളുടെ കല്യാണം മനസ്സിൽ കണ്ട് 1-2 പ്രോപ്പർട്ടീസ് മേടിച്ചിട്ടതാ. ഇവിടെ പ്രശ്നമായപ്പോ എല്ലാം വിറ്റു. കൊട്ടാരം പോലെ വീട് വെച്ചിട്ടുണ്ട്. അത് പെങ്ങളുടെ പേരിൽ എഴുതി വെച്ചിക്കാം ഇവിടെ ഒരാളും. ഇനിയിപ്പോ ചെന്നിട്ട് അതിന്റെ ചായ്പിലോണം കഴിയാൻ. ഞാൻ അവിടെ താമസിക്കില്ല. പിന്നെ എങ്ങോട്ട് പോകണം? അടങ്ങി ഒതുങ്ങി പറയുന്ന കേട്ടുന്നോണം. അഞ്ച് തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ജോസഫ് സാറിന്റെ കയ്യിലുണ്ട്.
നമ്മുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ ഇനി അത് നമ്മുടെ കയ്യിലെത്തിയാൽ എന്താ കുഴപ്പം? മോഷ്ടിക്കാൻ കാട്ടിലെ നിയമമാണ് സത്യം. വിശക്കുമ്പോൾ നായാടി കൊല്ലുന്നത് പാവമല്ല. ഈ അവസ്ഥയിൽ ഇവിടെയും നാട്ടിലും നമുക്ക് ജീവിതമില്ല. ഒന്നുകിൽ മരിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ധൈര്യം. രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. ശബ്ദം വെച്ച് ആളെ ഉണർത്തരുത്. കുഞ്ഞിന്റെ കഴുത്തിലിരിക്കുന്ന കത്തിയൊന്ന് അമർത്തിയാൽ മതി, പിടഞ്ഞു തീരുവത്. അരുത്, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണം. നിങ്ങളുടെയും കുടുംബത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലുള്ള ഫുൾ എമൗണ്ട് ഞാൻ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യണം. ഈ നിമിഷം. ഒരു നിമിഷം വൈകിയ കുഞ്ഞു പിന്നെ ജീവനോടുണ്ടാവില്ല. ഇപ്പോ സമയം 3. 5 മണിക്കാണ് ഫ്ലൈറ്റ്. 3:30 ഇവിടെ നിറങ്ങണം. ഇവിടെ നടന്നതൊന്നും ഒരാളും അറിയരുത്. കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ടാവും. അമ്മയെ ഫീഡിംഗ് ബോട്ടിൽ എടുത്തു വെച്ചോ? എല്ലാം എടുത്തിട്ടുണ്ട് മോളെ. ഇല്ലടേ ബാബാ പോട്ടോ, നമുക്ക് പോവാം. ഓ ഇല്ലടേ ചക്കരി, നമുക്ക് പോവാട്ടോ. കുഞ്ഞിനെങ്കിതാ. ഒയ്യോടാ. എന്താടാ വാവേ? ഓ മുത്തേ. അപ്പൊ ശരി, ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ആ കേട്ടോ, ബൈ. ബൈ.
ആലോചിച്ചുറപ്പിച്ച് അളന്ന് കുറിച്ച് തന്നെ ചെയ്തതാ. ഓർക്കുമ്പോ വേദനയുണ്ട്, പക്ഷേ കുറ്റബോധമില്ല. കണ്ണടച്ച് തുറക്കും മുമ്പേ ഞങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞതാരാണ്? 29 കൊല്ലത്തെ എൻ്റെ അധ്വാനം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയതാരാണ്? എൻ്റെ ഭാര്യയുടെ മാനം, ആണ് എന്ന എൻ്റെ അഭിമാനം എല്ലാം നഷ്ടപ്പെടുത്തിയതാരാണ്? ശരിയാണ്, ഒരു തെറ്റും ചെയ്യാത്ത 7 പേരെ ഞങ്ങൾ കൊന്നു. പക്ഷെ അതിനു മുൻപ് ഒരു കിളിക്കുഞ്ഞിനെ പോലും കൊന്നിട്ടില്ല ഞങ്ങളാരും. ഇടയ്ക്കിടെ ആ 4 കുഞ്ഞുങ്ങളുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിയും. അപ്പോ നെഞ്ചിലാഞ്ഞടിച്ച് ഞാൻ എന്നോട് തന്നെ പറയും, കാടിന്റെ നിയമമാണ് സത്യം. വിശക്കുമ്പോ നായാടി കൊല്ലുന്നത് പാപമല്ല, പാപമല്ല, പാപമല്ല. ബാങ്കിലൊന്നുമില്ല. ഈ വീടും പുറത്തു കിടക്കുന്ന കാറും ഉണ്ട്. അത് ഞാൻ സുഭാഷിന് എഴുതി വെച്ചു. ഓക്കെ, ഞാൻ റെഡിയാണ്. എങ്ങനെയാണ് എൻ്റെ മരണം? കുരുവിള മാത്യുവായി തൻ്റെ കുമ്പസാരവും മരണവും റെക്കോർഡ് ചെയ്ത് അത് തത്സമയം ഫേസ്ബുക്കിലൂടെ ലോകത്തെ കാട്ടി. ലോകം മുഴുവൻ ആ വീഡിയോ കണ്ട് നടുങ്ങി. ജോൺ ഡേവിഡും അനന്തരാമനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജോണിനെ 5 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അനന്തരാമൻ ക്രൂരമായ മാധ്യമ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെട്ടു. ഈ പുസ്തകം എഴുതി ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിച്ചത് എൻ്റെ ഭാര്യയും മക്കളെയുമാണ്. അവസാനത്തെ പേജും വായിച്ചു കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു, ആരാണ് ഈ കഥയിലെ വില്ലൻ?
അവർ പറഞ്ഞു അറിയില്ല. പക്ഷെ എനിക്കറിയാം, ഞാനാണ് അനന്തരാമൻ എന്ന പത്രപ്രവർത്തകൻ. ഇഫ് യു ആർ മിസറബിൾ, edgy and tired, you're in the perfect mood for journalism. മുമ്പെങ്ങോ ഒരു ജേർണലിസം ക്ലാസ്സിൽ മുഴങ്ങിയ വാരൻ എല്ലിസിന്റെ ആ വാക്കുകൾ മറന്ന ഞാനാണ് ഈ കഥയിലെ പ്രതിനായകൻ. ഇവിടുന്ന് കയറാന്നല്ലേ പറഞ്ഞത്? Sir, I have a complaint. Sir, I have a genuine complaint. तुमको बोल दिया ना. Sir, please. പാൻട്രി ചെന്ന് കാശ് കൊടുത്ത് സമോസ ചോദിച്ചപ്പോൾ ഈ പേപ്പർ പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ ഒറ്റ ഏറാ. സർ, ആഹാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രണയലേഖനമാണ്. മനുഷ്യന് അതിനോടൊരു ആദരവ് ഉണ്ടാവണം. നിങ്ങളൊക്കെ ആദ്യം പഠിക്കേണ്ടത് അതാണ്. നിങ്ങളല്ല, ഇന്ത്യൻ റെയിൽവേ. സമോസ ചോദിച്ച മൈ ഗോഡ്. ചൂട് സമോസ പിടിച്ചേ. ഞാൻ അടുക്കള വഴി കയറി. എവിടെ നിന്റെ ബുക്ക്? മൈ ഗോഡ്. പെയ്ഡ് ന്യൂസ് ഈസ് പെയ്ഡ് മർഡർ. The voice of a broken journalist. സാറേ, ഇത്തവണ ഏഷ്യൻ ലിറ്റററി അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട എഴുത്തുകാരനാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടുകാരൻ, എൻ്റെ സഹോദരൻ അനന്തരാമൻ. ഇത് അനന്തരാമൻ്റെ ഭാര്യ രേവതി. ടിക്കറ്റ് ഗുവാഹട്ടി. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? തീവണ്ടിന്ന് ചാടി മരിക്കാതെ തന്നെ. അത് വേണോ? സ്വാമി പറഞ്ഞല്ലേ. കോട്ടൂർ നടരാജൻ മുതലാളിയല്ല, പാപ്പരായി. സാധന ഇതാ ഇത്ര അടുത്ത് വരെത്തും, പക്ഷെ കൈ കിട്ടില്ല. ചന്ദ്രഗിരി, വളപട്ടണം, ഗുണ്ടൽപേട്ട്, ലുധിയാന, ജലന്ധർ, ഇനി പോകാൻ സ്ഥലമില്ല. കണ്ടകശനിയായിരുന്നു, ഇപ്പൊ അത് കുറേശ്ശെ മാറി വരുന്നുണ്ട്. പിന്നെ ഗോഹട്ടി വരെ പോയാൽ മതി, ഈ സംഗതി നടക്കും. സ്വാമി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടാണ്. അതെന്താ? ഞാനും അങ്ങോട്ട് തന്നെ.